Good afternoon. Good afternoon, Good ma'am. afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്റെ ക്ലാസ് അശ്വതി മിസ് ആണ് കയറിയത്. അതുകൊണ്ട് മിസ്സിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കയറിയിട്ടില്ല. ഓക്കെ, എങ്ങനെയൊക്കെ മഴയൊക്കെ അവിടെ? എങ്ങനെയുണ്ട് മഴ? നല്ല മഴയുണ്ട് മിസ്. കുഴപ്പമില്ല. നല്ല മഴ. ഓക്കെ, ഇവിടെ അതെ നല്ല മഴയാണ്. ഓക്കെ, എല്ലാവരും വളരെ സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഞാൻ ഓൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ജിഷ, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചത്? നമ്മുടെ ഹീമോഡയാലിസിസ് പഠിച്ചിരുന്നു അല്ലെ? ഹീമോഡയാലിസിസ് എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ വാസ്കുലർ ആക്സസ് സൈറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയായിരുന്നു എ വി ഫിസ്റ്റുല, പിന്നെ എ വി ഗ്രാഫ്റ്റ്, പിന്നെ വാസ്കുലർ ആക്സസ് കത്തീറ്റർ. ഇത്രയാണ് നമ്മൾ വാസ്കുലർ ആക്സസ് സൈറ്റുകൾ പഠിച്ചിട്ട്. പിന്നെ ആരാണ് നെഫ്രോളജിസ്റ്റ്, ആരാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് കേട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, വായിച്ചില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്താ പറഞ്ഞത്? ഹീമോഡയാലിസിസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് വെച്ച് തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓർമ്മയുണ്ടല്ലോ? അതായത് നമ്മുടെ പെരിറ്റോണിയം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ അബ്ഡോമിനെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം അബ്ഡോമിന്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ചെറിയൊരു ഓപ്പണിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ആ ഒരു ഓപ്പണിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ട്യൂബ് അല്ലെങ്കിൽ കത്തീറ്റർ നമ്മൾ അകത്തേക്ക് കയറ്റുകയാണ്. ഈ കത്തീറ്ററിലൂടെ നമ്മൾ ഡയാലിസേറ്റ് അല്ലെ, ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് നമ്മൾ എന്ത് ചെയ്യാണ്? പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്തേക്ക് ഫില്ല് ചെയ്യാണ് അല്ലെ, നിറയ്ക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്തുകൂടെ പോകുന്ന ബ്ലഡിൽ നിന്ന് എന്ത് ചെയ്യാണ്? എക്സ്ട്രാ വാട്ടറും ഇംപ്യൂരിറ്റീസും ഒക്കെ ഈ ഒരു പെരിറ്റോണിയൽ ദ്രാവകത്തിലോട്ട്, ദാറ്റ് മീൻസ് ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫ്ലൂയിഡിലോട്ട് അബ്സോർബ് ചെയ്യപ്പെടും അല്ലെ. അങ്ങനെ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ഫ്ലൂയിഡിനെ ഡ്രെയിൻ ചെയ്ത് നമ്മൾ പുറത്തേക്ക് കളയുകയാണ്. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ബ്ലഡ് എങ്ങാനും പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ടോ? ഇല്ല, അകത്ത് വെച്ച് തന്നെയാണ് നമ്മൾ അതിനെ പ്യൂരിഫൈ ചെയ്യുന്നത്. ഈ സംഭവമാണ്. ഓക്കെ, അപ്പൊ ഒന്ന് ജസ്റ്റ് ഒളിച്ച് വായിക്കാണ്. ഇൻ പെരിറ്റോണിയൽ dialysis, the blood is purified inside your own body instead of using a dialyzer machine. Underline ചെയ്തു വെക്കാം. For this kind of dialysis, the lining of your abdomen or belly area, that is also called peritoneum, is used as a filter. The peritoneum എന്ന് പറഞ്ഞാൽ എന്താണ്? It is the lining of the abdomen or belly area അല്ലെ. നമ്മുടെ ആ ഒരു നമ്മൾ കണ്ടല്ലോ, അതായത് നമ്മുടെ ആ ഒരു വയറിന്റെ ഭാഗത്തുള്ള അവയവങ്ങളെ കവർ ചെയ്യുന്ന ആ ഒരു മെംബ്രെയിനെയാണ് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അവിടെ ഫിൽറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം നമുക്കറിയാം പെരിറ്റോണിയത്തിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഈ ബ്ലഡിൽ നിന്നുള്ള മാലിന്യങ്ങളെയൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ട്? പെരിറ്റോണിയത്തിനുണ്ട്. ആ ഒരു കഴിവാണ് നമ്മൾ ഈ ഒരു ഡയാലിസിസിനകത്ത് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി നോക്കാം. ബിഫോർ ബിഗിനിങ് പെരിറ്റോണിയൽ ഡയാലിസിസ്, a minor surgery is required to place a catheter. Catheter എന്ന് പറഞ്ഞാൽ എന്താണ്? It is a soft tube ആണ് അല്ലെ. catheter എന്ന് കേട്ട് കഴിഞ്ഞാൽ അതൊരു സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബ് ആണ്. ഓക്കെ, ഇൻ യുവർ belly. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു നമ്മുടെ വയറിനകത്തേക്ക് ഈ ഒരു കത്തീറ്റർ പ്ലേസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു മൈനർ സർജറി നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരും. ഓക്കെ,
പിന്നെ എന്ത് ചെയ്യും? ഇൻ ദ കോഴ്സ് ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ് ദ ബെല്ലി ഏരിയ ഈസ് ലിറ്റിൽ ബൈ ലിറ്റിൽ ഫീൽഡ് വിത്ത് ഡയാലിസേറ്റ്. അപ്പൊ നമ്മൾ ഓരോ ഡയാലിസിന്റെ സമയത്തും ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ കത്തീറ്ററിലൂടെ പെരിറ്റോണിയൽ ക്യാവിറ്റിക്ക് എടുത്ത് നിറയ്ക്കുകയാണ്. ഇനി എന്താണ് ഡയാലിസേറ്റ് എന്ന് പറഞ്ഞാൽ? അതൊരു ലിക്വിഡ് ആണ് അല്ലെ? ഇറ്റ് ഈസ് എ ക്ലെൻസിംഗ് ഫ്ലൂയിഡ് മെയ്ഡ് ഫ്രം എ മിക്സ്ചർ ഓഫ് വാട്ടർ, സാൾട്ട് ആൻഡ് അതർ അഡിറ്റീവ്സ്. അറിയിക്കുക, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ഡയാലിസേറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ ഉപയോഗിക്കുന്നതാണ്? പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് ഉപയോഗിക്കുന്നതാണ്. എന്താണത്? അതൊരു ഫ്ലൂയിഡ് ആണ് കേട്ടോ. ഫ്ലൂയിഡ് ദാറ്റ് ഈസ് മെയ്ഡ് ഫ്രം ദ മിക്സ്ചർ ഓഫ് വാട്ടർ, സാൾട്ട് ആൻഡ് അതർ അഡിറ്റീവ്സ് കേട്ടോ. ക്ലെൻസിംഗ് ഫ്ലൂയിഡ് ആണ് ഓർത്താൽ മതി. ത്രൂ ദ കത്തീറ്റർ, കത്തീറ്ററിലൂടെ നമ്മൾ പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്തേക്ക് നിറയ്ക്കുകയാണ്. As blood flows normally through the area, extra fluid and waste products are pulled out of the blood vessels and into the belly area by the dialysator. എങ്ങനെയാണ്? ഓൾമോസ്റ്റ് ലൈക്ക് എ മാഗ്നറ്റ്. അതായത് ഇവർ പറഞ്ഞ ശരിക്കും ഇതും കാന്തം തമ്മിൽ ആകർഷിക്കില്ലേ? ഇതുപോലെ ശരിക്കും എന്താണ്? ഈ ഡയാലിസേറ്റ് നിറച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു അബ്ഡോമിന്റെ ഭാഗത്ത് കൂടെ പോകുന്ന ബ്ലഡിൽ നിന്നും ഈ പറയുന്ന ഇമ്പ്യൂരിറ്റീസും എക്സ്ട്രാ വാട്ടറും ഡയാലിസേറ്റ് ദ്രാവകത്തിലോട്ട് വലിച്ചെടുക്കപ്പെടുകയാണ്, അബ്സോർബ് ചെയ്യപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് the fluid mixture is emptied out from your belly using the same catheter and bag that was used at the beginning of the treatment. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഇതേ കത്തീറ്ററും ബാഗും ഉപയോഗിച്ച് നമ്മൾ ആ ഫ്ലൂയിഡിനെ ഡ്രെയിൻ ചെയ്ത് കളയാണ്. പുറത്തേക്ക് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണത്? ഡ്രെയിൻ ചെയ്ത് കളയാണ്. ഇതാണ് എന്ത്? പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. Peritoneal dialysis can be done almost anywhere if you have the supplies needed to do the treatment. ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്യാവശ്യ സപ്ലൈസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയാലിസിസ് ആണ് ഇത് പെരിറ്റോണിയൽ ഡയാലിസിസ്. അതാണ് നമ്മൾ തുടക്കം ഈ ചാപ്റ്ററിൽ പറഞ്ഞില്ലേ, ഡയാലിസിസ് നമുക്ക് ഹോസ്പിറ്റലിൽ ചെയ്യാം, വീട്ടിൽ ചെയ്യാം, ഡയാലിസിസ് സെന്ററിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ഇത്തരം സപ്ലൈകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വീട്ടിൽ തന്നെ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയാലിസിസ് ആണ് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? പെരിറ്റോണിയൽ ഡയാലിസിസ് ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ. നമ്മുടെ 2 വർഷം മുമ്പാണ് തോന്നുന്നത്, 2 വർഷം മുമ്പ് നമ്മുടെ കേരളത്തില് ഒരു നമ്മുടെ 11 ജില്ലകളില് ഈ പറയുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിലവിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അത് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം അത് വരികയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. കാര്യം ഒരുപാട് ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. നല്ലൊരു ഉദാഹരണം, വീട്ടില് നമുക്ക് ഈ സപ്ലൈസ് മാത്രം കൊടുത്താൽ മതി, അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയാലിസിസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് കേട്ടോ. ഇനി നമ്മൾ ഈ പഠിച്ച പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ പല ടൈപ്പുകളുണ്ട് കേട്ടോ. പല ടൈപ്പ് പെരിറ്റോണിയൽ ഡയാലിസിസുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് ഓഫ് 3 ടൈപ്സ്. പെരിറ്റോണിയൽ ഡയാലിസിസ് പ്രധാനമായിട്ടും 3 ടൈപ്പാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് അറിയാം? 3 ടൈപ്പ്. ഒന്നാമത്തേതാണ് CAPD. ഇതാണ് CAPD, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. രണ്ടാമത്തത് CCPD. CCPD എന്താണ്? കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. മൂന്നാമത്തത് IPD ആണ്, അതായത് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ ഇതൊക്കെയാണ് 3 ടൈപ്പ് നമ്മൾ പറഞ്ഞത്. CAPD, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. രണ്ടാമത്തത് CCPD, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. മൂന്നാമത്തത് IPD ആണ്, ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അങ്ങനെ 3 ടൈപ്പാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. ഓരോ ടൈപ്പ് എന്താണെന്നും ഓരോന്നിന്റെ പ്രത്യേകത എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കില്ല. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് അതിന്റെ ഫുൾ ഫോം ആണ് കേട്ടോ. CAPD ഒക്കെ ഇനി പറയുള്ളൂ. CAPD എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ എക്സ്പാൻഷൻ എന്താണ്? കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് കേട്ടോ. ഓക്കെ, നമുക്കത് വായിക്കാം. ഇറ്റ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ്? അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഡസ് നോട്ട് നീഡ് എ മെഷീൻ. അപ്പൊ ഒരു മെഷീൻ ആവശ്യമില്ലാത്ത പെരിറ്റോണിയൽ ഡയാലിസിസ് ഏതാണ്? അത് CAPD ആണ് കേട്ടോ. ഓക്കെ, CAPD ഡസ് നോട്ട് നീഡ് എ മെഷീൻ. അതിനൊരു മെഷീൻ ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് എക്സ്ചേഞ്ചസ് ക്യാൻ ബി ഡൺ
3 to 5 times a day during waking hours. Underline ചെയ്ത് വെക്കാം. അതുകൊണ്ടാണ് exchanges can be done 3 to 5 times a day during the waking hours. അതായത് നമുക്ക് ഉണർന്നിരിക്കുന്ന സമയങ്ങളില്, രോഗിക്ക് ഉണർന്നിരിക്കുന്ന സമയങ്ങളില് നമുക്ക് ചെയ്യാവുന്ന ഒരു എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് CAPD എന്ന് പറയുന്നത്. പറഞ്ഞ ദിവസത്തിൽ ഒരു എന്താണ് 3 തൊട്ട് 5 പ്രാവശ്യം വരെ നമുക്കത് ചെയ്യാം. ഓക്കെ, എക്സ്ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നമ്മൾ ഫ്ലൂയിഡ് ഫിൽ ചെയ്യുന്നു, ഡ്രെയിൻ ചെയ്യുന്നു, അതാണ് എക്സ്ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ ഫ്ലൂയിഡ് ഫിൽ ചെയ്യുന്നു, കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ അത് ഡ്രെയിൻ ചെയ്ത് കളയുന്നു, വീണ്ടും ഫ്ലൂയിഡ് ഫിൽ ചെയ്യുന്നു, കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ഡ്രെയിൻ ചെയ്യുന്നു. അതൊക്കെ ഓരോ എക്സ്ചേഞ്ചുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തില് ഒരു ദിവസം ഒരു 3 മുതൽ 5 പ്രാവശ്യം വരെ എക്സ്ചേഞ്ചുകൾ നടത്താവുന്നതാണ്. ഇപ്പോഴാണ് ഡ്യൂറിംഗ് ദ വേക്കിംഗ് അവേഴ്സ് ആണ് കേട്ടോ, അതായത് ഉണർന്നിരിക്കുന്ന സമയം. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. പിന്നെ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആംബുലേറ്ററി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് നടക്കാവുന്നത് അല്ലെങ്കിൽ നീങ്ങാവുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു മീനിങ് ഉണ്ട് ആംബുലേറ്ററിക്ക്. അപ്പൊ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. ആംബുലേറ്ററി എന്ന് പറയുമ്പോൾ നടക്കാവുന്നത് നീങ്ങാവുന്നതൊക്കെയാണല്ലോ. അപ്പൊ നമ്മളെപ്പോഴും നടക്കുന്നത് നീങ്ങുന്നത് എപ്പോഴാണ്? നമ്മള് ഉണർന്നിരിക്കുന്ന സമയങ്ങളിലാണ്, നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് അല്ലെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വേക്കിംഗ് അവേഴ്സിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഓക്കെ, ഉണർന്നിരിക്കുന്ന സമയങ്ങളിലാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു പോയിന്റ് കൂടെ പറഞ്ഞു, ഇറ്റ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. അതിന് മെഷീൻ ആവശ്യമില്ല. ഓക്കെ, മെഷീൻ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ചൊക്കെ, ഒരു മെഷീന്റെ അടുത്ത് ഇങ്ങനെ പോയി ഇരിക്കണമെങ്കിൽ നമുക്ക് അനങ്ങാൻ പറ്റുമോ? അവിടെ അനങ്ങാൻ പറ്റില്ല. ആ മെഷീന്റെ അടുത്ത് പോയി നമ്മൾ ഇങ്ങനെ ഇരിക്കണം അല്ലെ. ഇതാകുമ്പോൾ ഒരു മെഷീൻ ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്യാം. എന്ന് പറഞ്ഞ് നമ്മൾ അധികം ഉണർന്നിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ പെട്ടെന്ന് മറക്കൂല. ഓക്കെ, ആംബുലേറ്ററിയുടെ മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത് പോയിന്റുകള്? ഇറ്റ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ അല്ലെ, മെഷീൻ ആവശ്യമില്ല. ഓക്കെ, മെഷീൻ ഉണ്ടെങ്കിൽ മെഷീന്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കേണ്ടി വരും നമ്മള്. ഇതിപ്പോ അങ്ങനെ ഇരിക്കല്ല, നമുക്ക് ഫ്രീ ആയിട്ട് പേഷ്യന്റ് ക്യാൻ എന്താണ് റൗണ്ട് ഫ്രീവിലി മൂവ് ഫ്രീവിലി, അതായത് ഫ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ഇതെപ്പോഴാണ് ചെയ്യുന്നത്? ഡ്യൂറിംഗ് ദ വേക്കിംഗ് അവേഴ്സ് ആണ് കേട്ടോ, ഉണർന്നിരിക്കുന്ന സമയത്ത് ചെയ്യുന്നതാണ്. ഏതാണത്? CAPD കേട്ടോ. CAPDയുടെ ഫുൾ ഫോമും പഠിച്ചിരിക്കാം. ക്ലിയർ? ഓക്കെ, അടുത്തതാണ് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ CCPD എന്ന് പറയുന്നത്. ഓക്കെ, CCPD നോക്കാം. അതിന്റെ പ്രത്യേകത നോക്കിയേ. ഇറ്റ് നീഡ്സ് ദ യൂസ് ഓഫ് എ പെർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ that can be used in the home. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. എന്താണ്? it needs the മെഷീൻ അല്ലെ. ഇതിന് എന്താ ആവശ്യമാണ്? മെഷീൻ ആവശ്യം. മെഷീൻ ആവശ്യമില്ലാത്ത ഒരേ ഒരു ഡയാലിസിസേ ഉള്ളൂ. അതേതാണ്? CAPD ആണ് കേട്ടോ. ബാക്കി രണ്ടിനും എന്താ ആവശ്യമുണ്ട്? മെഷീൻ അവിടെ ആവശ്യമുണ്ട്. അതിൽ തന്നെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. It needs the use of a particular dialysis machine that can be used in the home. നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന മെഷീൻ ആണ് ഇവിടെ ആവശ്യമായിട്ട് വരും. പിന്നെ this type of dialysis is performed automatically when the patient is sleeping. Okay, patient is sleeping. Underline ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ സാധാരണ എപ്പോഴാണ് ചെയ്യുന്നത്? നൈറ്റ് ടൈമിലാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ രോഗി ഉറങ്ങുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു ഡയാലിസിസ് ആണ് ഇത് CCPD എന്ന് പറയുന്നത്. കാര്യം നമുക്കറിയാം, ഉറങ്ങുന്ന സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി സെറ്റ് റെസ്റ്റ്, നമ്മൾ റെസ്റ്റിലാണ്. അപ്പൊ എന്ത് ചെയ്യാം? ഒരു മെഷീനുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഉറങ്ങാൻ എടുക്കാം. സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഡയാലിസിസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സൈക്ലിക് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മെഷീന്റെ അടുത്ത് ഇരിക്കുകയും ചെയ്യാം, നമുക്ക് ഉറങ്ങുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഉറങ്ങുന്ന സമയത്ത് റെസ്റ്റിലായതുകൊണ്ട് തന്നെ മെഷീന്റെ കണക്ട് ആയിട്ട് അങ്ങനെ കിടന്നുറങ്ങാം. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുന്ന ഈ ഒരു ഡയാലിസിസ് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞത്? ഇറ്റ് നീഡ്സ് ദ മെഷീൻ ആവശ്യമാണ്. പിന്നെ ഏത് സമയത്ത് ഇത് ചെയ്യുന്നത്? സ്ലീപ്പിംഗ് ടൈമിലാണ് അല്ലെ, നൈറ്റ് ടൈമിലാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തതാണിത് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ IPD. ഫുൾ ഫോം ആദ്യം പഠിച്ചു വെക്കുക കേട്ടോ. IPD, ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇന്റർമിറ്റന്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ഇടവിട്ട് ചെയ്യുന്നത് അല്ലെ. ഇന്റർമിറ്റന്റ് എന്ന് പറഞ്ഞ എന്താണ്? ഇടവിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഡയാലിസിസ് ആണ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് വെച്ചാൽ ഒരുപാട് ലെങ്തിലല്ല,
കുറഞ്ഞ സമയം, ഷോർട്ടർ പീരീഡ് ആണ്, പക്ഷെ ഇങ്ങനെ ഡ്യൂറേഷൻ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് കേട്ടോ. അപ്പൊ നോക്കാം, ഇറ്റ് യൂസസ് ദ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആസ് CCPD. നമ്മൾ ഈ പറഞ്ഞ CCPDയിൽ ഉപയോഗിക്കുന്ന സെയിം മെഷീൻ തന്നെയാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്, ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, പക്ഷെ എന്താണ്, മറ്റേ ട്രീറ്റ്മെന്റ്സ് വിൽ ബി ലോങ്ങർ. ട്രീറ്റ്മെന്റ് കൂടുതൽ ലെങ്തി ആയിരിക്കും. കാരണം ഇടവിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, നമുക്ക് ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി IPD ക്യാൻ ബി ഡൺ അറ്റ് ഹോം, ബട്ട് ഇറ്റ് ഈസ് യൂഷ്വലി ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പൊ നമുക്ക് IPD എന്ന് പറയുന്നത് വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാം, പക്ഷെ കൂടുതൽ എവിടെ ചെയ്യാനാണ് ശ്രമിക്കുന്നത്, ഹോസ്പിറ്റലിലാണ് അത് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലായിരിക്കും ഇത് കുറെ കൂടെ സൗകര്യമുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് 3 പെരിറ്റോണിയൽ ഡയാലിസിസുകൾ പഠിക്കാനായിട്ട് ഉള്ളത്. അതിൽ മെഷീൻ ആവശ്യമില്ലാത്തത് ഒരേ ഒരെണ്ണം ഉള്ളൂ, അത് CAPD ആണ് കേട്ടോ. അതേസമയം CCPD ആണെങ്കിലും IPD ആണെങ്കിലും എന്ത് ആവശ്യമാണ്, അവിടെ മെഷീൻ അവിടെ ആവശ്യമാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി നോക്കാം, the supplies and equipment needed, duration of each treatment, that means also known as an exchange, and the number of treatments per day, that will differ depending on the type of PD you are using and your medical condition. അപ്പോ നമ്മൾ ഈ പറഞ്ഞ 3 പെരിറ്റോണിയൽ ഡയാലിസിസിനകത്തും ഏത് ഡയാലിസിസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആരായിരിക്കും, അത് ഡോക്ടർ ആയിരിക്കും അല്ലെ. അതായത് ഓരോ ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ ആയിക്കോട്ടെ, എത്ര തവണ എക്സ്ചേഞ്ചുകൾ ചെയ്യണം എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിരിക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അത് ഡോക്ടറാണ് രോഗിക്കായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പറയുന്നത് എന്താ വെച്ചാല്, normally this process takes a few hours and is required to be repeated 4 to 6 times per day. അപ്പൊ പൊതുവെ ഈ ഒരു പ്രോസസ്സിന് ഏതാനും മണിക്കൂറുകളൊക്കെ പിടിക്കും. അപ്പോ നമുക്കൊരു ദിവസത്തില് ഏകദേശം ഒരു 4 മുതൽ 6 തവണ വരെ ചെയ്യേണ്ടതായിട്ട് വരും. എക്സ്ചേഞ്ച് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഫില്ല് ചെയ്യുന്നു, ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നു, അത് ഡ്രെയിൻ ചെയ്യുന്നു, എഗെയിൻ വീണ്ടും ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നു, ഡ്രെയിൻ ചെയ്യുന്നു, അങ്ങനെയാണ് അവിടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ ഒരു ദിവസം അത് 4 മുതൽ 6 തവണ വരെ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇത്രയാണ് നമുക്ക് പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അടുത്തത് നമ്മൾ പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക്, അപ്പൊ നമ്മുടെ ഹീമോഡയാലിസിസ് നമ്മൾ പഠിച്ചു, പെരിറ്റോണിയൽ ഡയാലിസിസ് പഠിച്ച പോയിന്റുകൾ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. CAPD പഠിച്ചു വെക്കാം, അതിന് മെഷീൻ ആവശ്യമില്ല, പിന്നെ അത് ഉണർന്നിരിക്കുന്ന സമയത്താണ് ചെയ്യുക, അത്ര മാത്രം ഓർത്ത് വെക്കാം. CCPD ആകുമ്പോൾ അതിന് മെഷീൻ ആവശ്യമുണ്ട്, അത് ഉറങ്ങുന്ന സമയത്താണ് അത് ചെയ്യുന്നത്. ഓക്കെ, IPD ആകുമ്പോൾ ഇന്റർമീഡിയറ്റ് ഇടയ്ക്കിടയ്ക്കാണ് ചെയ്യുന്നത്, അത് കൂടുതലും എന്താണ് ലെങ്തി ആയിരിക്കും, അതിന്റെ ട്രീറ്റ്മെന്റ് കുറെ കൂടെ ലെങ്തി ആയിരിക്കും. ഓക്കെ, കുറെ കൂടെ ലെങ്തി ആയിരിക്കും, അത്രയും മാത്രം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നീട് പറയുമ്പോൾ ഇതിൽ ഏത് ടൈപ്പ് ഡയാലിസിസ് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഡോക്ടറാണ്. എത്ര തവണ എക്സ്ചേഞ്ച് വേണം അത് ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ തുടക്കമേ പറഞ്ഞു. ലെങ്ത് ഓഫ് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് പൊതുവെ പറയാം അല്ലെ. ആ ഒരു പേഷ്യന്റിന്റെ ബോഡി വെയിറ്റ്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള വേസ്റ്റിന്റെ അളവ്, പിന്നെ അവരുടെ ഹെൽത്തിന്റെ സ്റ്റാറ്റസ്, ഇതിനൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ് ഏത് ടൈപ്പ് ഡയാലിസിസ് വേണമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ വളരെ സിവിയർ കിഡ്നി ഫെയിലിയർ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അതല്ല, അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എക്സ്ചേഞ്ചിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെയും എന്താ പറയാ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസപ്പെടും. അത് ഏത് വേണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഡോക്ടർ. അതാണ് അവിടെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് C എന്ന് പറഞ്ഞാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയമാണ്, 3 ടൈപ്പ് ഡയാലിസിസ് ഉണ്ടോ എന്നുള്ളത് ഒരു ഡൗട്ട് തോന്നാം അല്ലെ. ശരിക്കും 3 ടൈപ്പ് അല്ല, 2 ടൈപ്പ് തന്നെ ഉള്ളൂ. 2 ടൈപ്പേ ഉള്ളൂ, ഹീമോഡയാലിസിസ് ആൻഡ് പെരിറ്റോണിയൽ ഡയാലിസിസ്. പിന്നെ എന്താ മൂന്നാമതൊരു ടൈപ്പ് എന്ന് ചിന്തിക്കാം. മൂന്നാമത്തെ ടൈപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് CRRT ആണ് കേട്ടോ, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അത് വന്നിട്ട് ശരിക്കും എന്താണെന്ന് അറിയാം, അതും ഒരു ഹീമോഡയാലിസിസ് തന്നെയാണ് കേട്ടോ. അതൊരു ഹീമോഡയാലിസിസ് തന്നെയാണ്. അതിന് നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് പെടുത്തേണ്ട കാര്യമില്ല കേട്ടോ. 2 ടൈപ്പേ ഉള്ളൂ, ഹീമോഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും. അപ്പൊ സീന് കാണുമ്പോൾ നിങ്ങൾ വേറെ മൂന്നാമത്തെ ടൈപ്പ് ആണെന്ന് വെച്ചിട്ട് അങ്ങനെ വിചാരിക്കേണ്ട. CRRT എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിനകത്ത് കയറി പോയിക്കൊള്ളുന്നത്. അപ്പൊ നമുക്ക് വായിക്കാം.
കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ CRRT. ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഒരുപാട് ഫുൾ ഫോമുകൾ പഠിക്കാം, മീൻസ് അബ്രീവിയേറ്റഡ് ഫോമുകൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, CRRT എന്താണ് ഫുൾ ഫോം? കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്നാണ് കേട്ടോ. ഇങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് നോക്കാം. ദിസ് തെറാപ്പി ഇസ് യൂസ്ഡ് mainly in the intensive care unit people. Underline ചെയ്ത് വെച്ചോട്ടാ. Intensive care unit people with severe kidney failure. അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ കൊടുക്കുന്ന CRRT എങ്ങനെയുള്ളവർക്കാണ് നമ്മൾ കൊടുക്കുന്നത്? ഇന്റൻസീവ് കെയർ യൂണിറ്റിലുള്ള പേഷ്യൻസ്, അത്രയും സിവിയർ ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ വന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള രോഗികൾ. ഇന്റൻസീവ് കെയർ യൂണിറ്റിലെ രോഗികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ അത്രയും സിവിയർ ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു ഡയാലിസിസ് ആണിത് CRRT എന്ന് പറയുന്നത്. കാര്യം എന്താണെന്നറിയോ? ഒരു റെഗുലർ ഡയാലിസിസ് എടുക്കാനായിട്ട് പക്ഷെ അവരുടെ ബോഡിക്ക് അത് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ഡയാലിസിസ് ആണ് CRRT എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇറ്റ്സ് ആൾസോ നോൺ ആസ് ഹീമോഫിൽട്രേഷൻ. അടുത്ത പോയിന്റ് അതാണ് കേട്ടോ. അതെ, ഓക്കെ നീതു. അതായത് ഹീമോഫിൽട്രേഷൻ എന്ന് പറയും കേട്ടോ. ഹീമോഫിൽട്രേഷൻ മറ്റൊരു പേരാണ് കേട്ടോ. ഹീമോഫിൽട്രേഷൻ പറയുന്ന മറ്റൊരു പേരെന്താണ്? അല്ല, CRRT എന്ന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഹീമോഫിൽട്രേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എ മെഷീൻ passes the blood through a tube. A filter then eliminates waste product and water. ഞാൻ പറഞ്ഞത് ഇതും ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ്. ഇതിനൊരു മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു മെഷീനകത്ത് കൂടെ മെഷീന്റെ ഫിൽറ്റർ ഉണ്ട്, അതിലൂടെ ബ്ലഡ് പാസ് ചെയ്യുന്നു, then അത് പ്യൂരിഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്നിട്ട് എന്താണ്? The blood is returned to the body together with a replacement fluid. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. നമ്മള് ബ്ലഡ് റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ തിരിച്ച് ശരീരത്തിലേക്ക് കയറ്റി വിടുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? അതായത് ഇലക്ട്രോലൈറ്റ്സുകളൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട്, അതായത് ഫ്ലൂയിഡ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഗുരുതരമായിട്ടുള്ള രോഗികളാണ്, ഇന്റൻസീവ് കെയർ എന്താ പറയാ അത്തരത്തിലുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഡയാലിസിസ് ചെയ്യുന്ന സ്ഥലത്ത് ഓൾറെഡി അവരുടെ കണ്ടീഷൻ വളരെ വീക്കാണ്. വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മള് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്യുന്നതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാല് ആ ഒരു ഇലക്ട്രോലൈറ്റ്സ് പേഷ്യന്റിന്റെ ശരീരത്തിലുള്ള ഫ്ലൂയിഡുകള് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാര്യം അത് വളരെ സിവിയർ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ അവരുടെ ശരീരത്തിന് ഓൾറെഡി ഒരുപാട് അസുഖങ്ങളുള്ള ആളുകളാണ് അല്ലെ. അവരുടെ ബോഡി എന്ന് പറഞ്ഞാൽ അത്രയും വീക്ക് ആയിരിക്കും. അപ്പൊ ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുമ്പോൾ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇവരുടെ ശരീരത്തിലോട്ട് കയറ്റി വിടുക. എങ്കിൽ മാത്രമേ അവരുടെ ശരീരത്തിൽ ആ ഫ്ലൂയിഡ് അവർക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ബ്ലഡിന് എന്ത് ചെയ്യുന്നത്? പേഷ്യന്റിന്റെ ബോഡിയിലോട്ട് കയറ്റി വിടുന്നത് കേട്ടോ. പിന്നെ this procedure is discharged 12 to 24 hours a day, normally every day. ഓക്കെ, അപ്പൊ ഈ ഒരു ഡയാലിസിസിന്റെ എങ്ങനെയാണ്? 12 മണിക്കൂർ തുടങ്ങി 24 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരു ഡയാലിസിസ് ആണ് കേട്ടോ. കാരണം എന്താണ്? വളരെ പതുക്കെ മാത്രം ഇത് ചെയ്യുന്നുണ്ടാവും. കാരണം സിവിയർ പേഷ്യൻസ് ആണ്, റെഗുലർ ഒരു ഡയാലിസിസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് വളരെ പതുക്കെ സമയമെടുത്ത് ഒരു 12 to 24 hours എവരി ഡേ ചെയ്തുകൊണ്ടിരിക്കുന്ന തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരു ഡയാലിസിസ് ആണ് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ CRRT നിങ്ങൾ ഓർത്ത് അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. എങ്ങനെയുള്ള പേഷ്യൻസിനാണ് അത് കൊടുക്കുന്നത്? ഇന്റൻസീവ് കെയർ യൂണിറ്റിലുള്ള പേഷ്യൻസിനാണ് ഈ ഒരു തെറാപ്പി ഉപയോഗിക്കുന്നത്. ഇതിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഹീമോഫിൽട്രേഷൻ എന്നാണ് പറയാം. പിന്നെ ഇത് എത്ര സമയം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്? 12 to 24 hour ഡേ, അതായത് 24 hour ചെയ്യുന്ന തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരു എന്താ പറയാ ഡയാലിസിസ് ആണ്. ഇത്രയാണ് നിങ്ങൾ അതിനകത്ത് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ ആണോ? പിന്നെ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ബോഡിയിലോട്ട് ബ്ലഡിന് കടത്തി കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ?
ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ മെയിൻ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഡയാലിസിസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചതൊക്കെ നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഡയാലിസിസ് എന്താണ്, പിന്നെ ഡയാലിസിസ് എന്നാണ് ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗപ്പെടുത്തിയത്. ഓക്കെ, 2 ടൈപ്പ് ഡയാലിസിസ്, 2 ടൈപ്പ് കേട്ടോ. ഹീമോ ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്, പിന്നെ വാസ്കുലർ ആക്സസ് ആയിട്ട് ഫിസ്റ്റുല, ഗ്രാഫ്റ്റ്, കത്തീറ്റർ, ഇതൊക്കെ മനസ്സിലേക്ക് വരണം കേട്ടോ. അതുപോലെ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണ്, അത് തന്നെ 3 ടൈപ്പ് ഉണ്ട്. CAPD, CCPD, IPD. പിന്നെ നമ്മൾ ഇന്റൻസീവിലുള്ള ആളുകൾക്ക് ഏത് ടൈപ്പാണ് ചെയ്യുന്നത്? CRRT, അതിന് പറയുന്ന മറ്റൊരു പേര്. പിന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് കുറെ അബ്രീവിയേഷൻസ് ഇതിനകത്ത് ഒരുപാട് വരുന്നുണ്ട്. അതങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. ഓക്കെ, നമ്മൾ തുടക്കം തന്നെ പറഞ്ഞത് ARF ആയിരുന്നു, അക്യൂട്ട് റീനൽ ഫെയിലിയർ. ഓക്കെ, അതുപോലെ ESKD, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്, HD, ഹീമോ ഡയാലിസിസ്, PD, പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, അങ്ങനത്തെ ഓർത്ത് വെക്കുക. അതുപോലെ CAPD, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്, CCPD, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്, IPD, ഇന്റർമീഡിയന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്, അതുപോലെ CRRT, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. ഇങ്ങനെയുള്ള ഒരുപാട് അബ്രിവിയേറ്റഡ് ഫോംസ് ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഇത് ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, ഇത്രയാണ് നിങ്ങളവിടെ മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കാം കേട്ടോ. ഇനിയുള്ള കാര്യങ്ങൾ എളുപ്പമാണ്. ഇനി പഠിക്കാനുള്ളത് അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ് കേട്ടോ. അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ്, അതായത് ഈ ഡയാലിസിസിന്റെ അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ ഡയാലിസിസിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് ഏറ്റവും എന്താ പറയാ ഇഫക്റ്റീവ് ആവുന്ന രീതിയിൽ ലഭിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളവിടെ ഫോളോ ചെയ്യേണ്ടത്, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഡയാലിസിസിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവിടെ എഴുതിയത് കേട്ടോ. The following steps can help increase the effectiveness of your dialysis. Okay. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ്സ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. എന്താണ് കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ്സ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ? അതായത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റുകൾ കംപ്ലീറ്റ് ചെയ്യുക, പൂർത്തിയാക്കുക. ഓക്കെ, കാര്യം എന്താണ്? അപ്പൊ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യും ഇത്ര തവണ ആഴ്ചയിൽ ഇത്ര പ്രാവശ്യം ചെയ്യണം എന്നൊക്കെ ഡോക്ടേഴ്സ് കറക്റ്റ് അവർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യരുത്. അതൊക്കെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറുടെ അഡ്വൈസിനെ ഓപ്പോസിറ്റ് ആയിട്ട് അതിനൊക്കെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. ശുപാർശ ചെയ്യുന്ന റെക്കമെൻഡ് ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, അവൈഡ് കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ദ ഡയറ്റീഷ്യൻ. അവൈഡ് എന്ന് വെച്ചാൽ എന്താണ്? പാലിക്കുക എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പൊ അവൈഡ് കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ദ ഡയറ്റീഷ്യൻ. നമ്മുടെ ഡയറ്റീഷ്യൻ റെക്കമെൻഡ് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക. അതായത് പൊതുവെ നമുക്കറിയാം ഇത്തരം കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് റീനൽ ഡയറ്റ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഏത് ഡയറ്റ് ആണ്? റീനൽ ഡയറ്റ്. റീനൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കിഡ്നി തകരാറുകളുള്ള ആൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഡയറ്റ് ആണ് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ഗെറ്റ് ആസ് മച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ആസ് പോസിബിൾ ടു ഇംപ്രൂവ് യുവർ സ്ട്രെങ്ത് ആൻഡ് ഹാർട്ട് ഹെൽത്ത്. അതുപോലെ രോഗികൾ അവരുടെ ആ ഒരു സ്ട്രെങ്ത്, അതുപോലെ തന്നെ അവരുടെ ഒരു ഹാർട്ടിന്റെ ഹെൽത്ത്, അതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴിയുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികളിലൊക്കെ അവർ ഇൻവോൾവ് ചെയ്യണം. അതിപ്പോ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ അനങ്ങാതിരിക്കുക അവർ പറയും. നമ്മുടെ സ്ട്രെങ്ത്, അതുപോലെ നമ്മുടെ ഹാർട്ട് ഹെൽത്ത്, അതൊക്കെ കുറെ കൂടി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില ഫിസിക്കൽ ആക്ടിവിറ്റികളിൽ അവര് ഇൻവോൾവ് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻസ് ചെയ്തിരിക്കും. ഓക്കെ, നമുക്ക് എന്ത് വേണം? ഡയാലിസിസിന്റെ ബെനിഫിറ്റ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കിട്ടണം. അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ്? Communicate with the dialysis provider and the pharmacist about any medications, supplements, or herbal products you are taking or are considering starting. അതോടൊപ്പം തന്നെ നമ്മളിപ്പോ ഡയാലിസിസ് പ്രൊവൈഡർ ആയിട്ട് അല്ലെങ്കിൽ ഫാർമസിസ്റ്റുകളുമായിട്ട് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ട്, നമ്മൾ എടുക്കുന്നതോ അല്ലെങ്കിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നതോ ആയിട്ടുള്ള മരുന്നുകളോ
മറ്റെന്തെങ്കിലും സപ്ലിമെന്റ്സുകളോ അല്ലെങ്കിൽ ചില ഹെർബൽ പ്രോഡക്റ്റ് ഒക്കെ എടുക്കും, ചില എന്താ പറയാ ആയുർവേദം പോലുള്ള ഔഷധ മരുന്നുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ആ കാര്യം കൃത്യമായിട്ട് നമ്മുടെ ഡയാലിസിസ് പ്രൊവൈഡറിനോടും ഫാർമസിസ്റ്റുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അല്ലാണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ ഒപ്പം നമ്മൾ നമ്മുടെ അവിടെ ഇതിന് തോന്നിയ രീതിയിൽ സപ്ലിമെന്റ്സ് എടുക്കരുത്. ഓക്കെ, അങ്ങനെ വല്ലതും എടുക്കുന്നുണ്ടെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മുടെ എന്ത് ചെയ്യണം, ഡയാലിസിസ് പ്രൊവൈഡറായിട്ടും ഫാർമസിസ്റ്റായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അവരുടെ കൂടെ ഒരു സപ്പോർട്ടോട് കൂടി മാത്രമേ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അടുത്തതാണ് ടോക്ക് വിത്ത് ഡയാലിസിസ് ടീം അബൌട്ട് എനി ആൻസൈറ്റി ഓർ സൈഡ് ഇഫക്ട്സ് ദാറ്റ് യു മേ ഹാവ്. അതുപോലെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാനിടയുള്ള എന്തെങ്കിലും ആൻസൈറ്റി, എന്തെങ്കിലും എന്താ പറയുക ആശങ്കകളോ ഉത്കണ്ഠകളോ ഒക്കെ ഉണ്ടെങ്കിൽ, സൈഡ് ഇഫക്റ്റുകളെ പറ്റിയിട്ട് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അത് ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കുക. ഓക്കെ, നമുക്കറിയാം നമ്മളൊരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻസും ഒരുപാട് കൺസേൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം, ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഡയാലിസിസിന്റെ ബെനിഫിറ്റ് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. മനസ്സിലായോ പറഞ്ഞത്? എന്തൊക്കെയാ പറഞ്ഞത്? ഷെഡ്യൂൾ ചെയ്ത പ്രകാരമുള്ള റെക്കമെൻഡ് ചെയ്ത ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. ഡയറ്റീഷ്യൻ റെക്കമെൻഡ് ചെയ്യുന്ന കൃത്യമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക. അതുപോലെ ഹാർട്ട് ഹെൽത്തും നമ്മുടെ സ്ട്രെങ്ത്തും വർദ്ധിപ്പിക്കാൻ കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ചെയ്യുക. പിന്നെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതോ എടുക്കുന്നതോ ആയിട്ടുള്ള മരുന്നുകളെ പറ്റി, സപ്ലിമെന്റ്സിനെ പറ്റിയിട്ടൊക്കെ ഡയാലിസിസ് പ്രൊവൈഡർ ഫാർമസിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ ചികിത്സാപരമായിട്ട് നമുക്ക് എന്തെങ്കിലും ആൻസൈറ്റികൾ ഉണ്ടെങ്കിൽ അത് ഡയാലിസിസ് ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇത്രയുമാണ് അവിടെ ശ്രദ്ധിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ പറഞ്ഞ പോയിന്റുകൾ? ഓക്കെ അല്ലേ? മനസ്സിലായോ? അടുത്തതാണ് ആഫ്റ്റർ ഇഫക്റ്റ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പലതവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയയാണ്. എന്താണ്, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ഇതിലാണോ ക്വസ്റ്റ്യൻ? ഇതിൽ അതിന് ക്വസ്റ്റ്യൻ പറയുമ്പോ അപ്പോ നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിന്റെ ഒരു ഡയറ്റീഷ്യന്റെ ബെനിഫിറ്റ്, ഒരു എന്താ പറയാ ഡയാലിസിസിന്റെ ഇഫക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കുന്നതിന് ഫോളോ ചെയ്യാവുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്? ഈ പോയിന്റുകൾ തരുമ്പോൾ നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. ഓക്കെ, എന്തായാലും നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അത് ആ ഒരു മോഡലിലാണ് എക്സാമിന് ക്വസ്റ്റ്യനുകൾ കാര്യങ്ങളൊക്കെ വരിക കേട്ടോ. ഓക്കെ, നിങ്ങൾ ഓവറായിട്ട് അതിനെപ്പറ്റി ചിന്തിച്ച് ടെൻഷൻ ഒന്നും ആവണ്ട കേട്ടോ. ഒരു തവണ എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അതിലുള്ള മോഡലില്ലേ, അതുപോലൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസുകൾ വരുന്നത് കേട്ടോ. അടുത്തതാണ് ആഫ്റ്റർ ഇഫക്റ്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആഫ്റ്റർ ഇഫക്റ്റ് ഇല്ലേ, അത് ചോദിക്കാറുണ്ട് കേട്ടോ. നോക്കാം, ബോത്ത് കൈൻഡ്സ് ഓഫ് ഡയാലിസിസ് കം വിത്ത് സൈഡ് ഇഫക്റ്റ്. നമുക്കറിയാം ഡയാലിസിസ് ആണ്, അതിനതിൻ്റെതായ ചില സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലെ. ഓക്കെ, ഇറ്റ് ക്യാൻ ആൾസോ ബി ഡിഫിക്കൽട്ട് ടു ടെൽ ഷുവർലി വെദർ ഇറ്റ്സ് സിംപ്റ്റമിക് ബിക്കോസ് ഓഫ് ഡയാലിസിസ് or the kidney failure that is also affecting the body. Some of the most common after effect that people tell of it. നമുക്കറിയാം, നമ്മൾ ഏത് അലോപ്പതിക് ട്രീറ്റ്മെന്റുകൾ എടുക്കുകയാണെങ്കിൽ അതിനതിൻ്റെതായ ചില സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തിൽ ഡയാലിസിസിനും അതിന്റെ സൈഡ് ഇഫക്റ്റുകൾ ഉണ്ട്. അപ്പൊ പൊതുവേ ഉള്ള സൈഡ് ഇഫക്റ്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് പ്രത്യേകം സെപ്പറേറ്റ് ചെയ്ത് അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കീമോ ഡയാലിസിസ് ചെയ്യുമ്പോൾ വരുന്ന സൈഡ് ഇഫക്റ്റുകളും പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ വരുന്ന സൈഡ് ഇഫക്റ്റുകളും സെപ്പറേറ്റ് ആയിട്ട് എന്നത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ ഒന്നാമത്തത് ഹീമോഡയാലിസിസ്. ഓക്കെ, ഹീമോഡയാലിസിസിന് പൊതുവേ കണ്ടുവരുന്ന സൈഡ് ഇഫക്റ്റുകൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ നോക്കിയേ, സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ്. ദാറ്റ് മീൻസ് എൻഡമിക് സ്പോൺസ്. സ്റ്റോപ്പേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലോക്കേജ് എന്നൊക്കെയുള്ള അർത്ഥം. ബ്ലോക്ക് ആവാം അല്ലെ, എവിടെ ബ്ലോക്ക് ആകാം? ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ് അഥവാ എൻട്രൻസ് പോയിന്റ്. വാസ്കുലർ ആക്സസ് സൈറ്റ് നമ്മൾ പഠിച്ചതല്ലേ, എന്താണത്? ഓപ്പണിംഗ് ആണല്ലേ, ബ്ലഡ് വരുന്ന ആ ഒരു വഴി. ഇന്നലെ നമ്മൾ ഫിസ്റ്റുലെ ഗ്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തതാണ് അല്ലെ. അപ്പൊ അത്തരം വാസ്കുലർ ആക്സസ് സൈറ്റുകളിൽ ഉണ്ടാവുന്ന ബ്ലോക്കേജുകള്, അതായത് ബ്ലഡ് എല്ലാം ക്ലോട്ട് ആവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. എപ്പോഴും ഉണ്ടാവുന്നല്ല പറയുന്നത്, ചാൻസസ് ഉണ്ട്. അതൊരു സൈഡ് ഇഫക്റ്റ് ആയിട്ടാണ് അവർ പറയുന്നത് കേട്ടോ. സ്റ്റോപ്പേജ് അഥവാ ബ്ലോക്കേജ് ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ്. രണ്ടാമത്തത് മസ്കുലർ സ്പാസം. മസ്കുലർ സ്പാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പേശി വലിവാണ് കേട്ടോ.
എന്താണ് പേശിവലിവ്. നമ്മുടെ എന്താ പറയാ മസിൽസ് ഭയങ്കരമായിട്ട് സ്റ്റിഫ് ആവാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ നമുക്ക് അതുപോലെ മസിൽ ക്രാമ്പ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. മസിൽ ക്രാമ്പ് എന്ന് പറയാം, മസിൽ സ്പാസം, പേശിവലിവ്, മസിൽ ക്രാംസ് എന്നൊക്കെ നമുക്ക് പറയും. ഓക്കെ, അതൊക്കെ സൈഡ് ഇഫക്റ്റ് ആണ്. പിന്നെ വരുന്നത് ഹൈപ്പോ ടെൻഷൻ ആണ്. ഹൈപ്പോ ഞാൻ ഇവിടെ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹൈപ്പർ എന്ന് പറയുന്നത് ഹൈ ലെവലിനെയാണ്, ഹൈപ്പോ എന്ന് പറയുന്നത് ലോ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവും കേട്ടോ. ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലോ ബ്ലഡ് പ്രഷർ ആണ്. എന്താണ്? ലോ ബ്ലഡ് പ്രഷർ ആണ് കേട്ടോ. ഹൈപ്പോ ലോ ലെവലാണ് കേട്ടോ. ലോ ബ്ലഡ് പ്രഷർ ആണ്, അതൊരു സൈഡ് ഇഫക്റ്റ് ആണ്. പിന്നെ വരുന്നത് വീക്ക്നെസ്, ഡിസ്നെസ് ഓർ നോസിയ. വീക്ക്നെസ് ക്ഷീണം തോന്നാം, ഡിസ്നെസ് തലകറക്കം. ഓക്കെ, നോസിയ എന്താണ്? വൊമിറ്റിംഗ് ടെൻഡൻസി ആണ് കേട്ടോ. അതൊരു വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആണ്. പിന്നെ വരുന്നത് ബ്ലഡ് ലോസ് ആണ്. ഓക്കെ, കാര്യം നമ്മളെ ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്, അതുമൂലം ചിലപ്പോൾ ബ്ലഡ് ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഹീമോഡയാലിസിന്റെ സൈഡ് ഇഫക്റ്റുകളായിട്ട് പറയുന്നത്. ഇതൊക്കെയാണ് ഹീമോഡയാലിസിസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് അത് വായിക്കുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവും. ഓക്കെ, എന്തൊക്കെയാണ് സാധ്യത? എന്തൊക്കെയാണ്? സ്റ്റോപ്പേജ് ഓഫ് മസ്കുലർ ആക്സസ് ആയിട്ട്, അതുപോലെ തന്നെ എന്താണ് മസ്കുലാർ സ്പാസം, പേശിവലിവ്, പിന്നെ ഹൈപ്പോ ടെൻഷൻ അതായത് ലോ ബ്ലഡ് പ്രഷർ, പിന്നെ വീക്ക്നെസ്, ഡിസ്നെസ് ആൻഡ് നോസിയ, പിന്നെ എന്താണ് ബ്ലഡ്. ഇത്രയാണ് HDയുടെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്തത് എന്താണ്? PD. PD എന്താണ്? പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം പെരിറ്റോണിയൽ ഡയാലിസിസ് എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ അതിന്റെ സൈഡ് ഇഫക്റ്റ് എന്തായിരിക്കും? ഡിസ്നെസ് എന്ന് പറഞ്ഞാൽ തലകറക്കം. ഓക്കെ, അപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് അതിന്റെ സൈഡ് ഇഫക്റ്റിൽ വരുന്നതാണ് ഹെർണിയ. എന്താണ് ഹെർണിയ? ഹെർണിയ എന്ന് കേട്ടിട്ടുണ്ട്. മലയാളത്തിൽ നമ്മള് കുടലിറക്കം എന്നൊക്കെ പറയുന്നത്. കുടലിറങ്ങി വരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പറയുക കേട്ടോ. ഹെർണിയ എന്നാണ്. ഹെർണിയ എന്ന് വെച്ചാല് ഇവിടെ എഴുതിയിട്ടുണ്ട്, വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ ഓഫൻ പ്രസന്റിംഗ് മെസൈലർ ഓർ സ്വാളൻ. ഓക്കെ, ക്ലിയർ? വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ, അതായത് നമ്മുടെ വയറിന്റെ ഭാഗത്തെ മസിലുകൾ ഭയങ്കരമായിട്ട് വീക്കാവും. എന്ത് സംഭവിക്കും? ഇത് സോഫൺ പ്രസന്റിംഗ് മെസൈലർ, അതിങ്ങനെ ഒരു ലംബ് പോലെ, അതായത് ഇങ്ങനെ തൂങ്ങാൻ തുടങ്ങും. താഴേക്ക് ഇങ്ങനെ തൂങ്ങി വരുന്ന ഒരവസ്ഥ, ലംബ് പോലെ, മുഴ പോലെ, സ്വാളൻ, ഒരു എന്താ പറയുക വീർമത പോലെയൊക്കെ വരുന്ന ഒരവസ്ഥ. അതാണ് ഇത് ഹെർണിയ എന്ന് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് നമുക്കറിയാം പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മുടെ അബ്ഡോമന്റെ ഭാഗത്താണ് നമ്മളത് ചെയ്യുന്നത് അല്ലെ. തീർച്ചയായിട്ടും നമ്മുടെ അബ്ഡോമന്റെ ഉള്ളിനകത്ത് പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്ത് നമ്മൾ ഫ്ലൂയിഡ് മറ്റൊക്കെ നിറച്ചുകൊണ്ടാണ് ആ ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നിരന്തരം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അബ്ഡോമന്റെ മസിലുകൾ ഭയങ്കരമായിട്ട് വീക്കനാവും. എന്നുവെച്ചാൽ വളരെയധികം എന്താ പറയാ വീക്ക് ആവാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ മസിലുകൾ അങ്ങനെ തൂങ്ങാൻ തുടങ്ങും, ഒരു ലംബ് പോലെ, ഒരു സ്വാളൻ, ഒരു വീർമത പോലെ വരാനായിട്ട് തുടങ്ങും. ആ ഒരു അവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ്? വെയിറ്റ് ഗെയിൻ. വെയിറ്റ് ഇങ്ങനെ കൂടാൻ തുടങ്ങും, അതായത് ശരീരഭാരം വർദ്ധിക്കാൻ തുടങ്ങും. കാര്യം ഈ ഫ്ലൂയിഡ് ഒക്കെ നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് ചെറിയ കാര്യം നമ്മളത് ഡ്രെയിൻ ചെയ്ത് കളയുന്നുണ്ട്. എങ്കിൽ കൂടിയും എന്താണ് ഫ്ലൂയിഡിന്റെ അംശങ്ങളൊക്കെ ശരീരത്തിലോട്ട് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ കൂടുതലാണ്. അപ്പൊ അത് രണ്ടും മാത്രമേ വരുന്നുള്ളൂ, അത് രണ്ടും ഓർത്താൻ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം പഠിച്ചു വെക്കാം കേട്ടോ. ഇനി നോക്കാം, ഈവൻ ദോ ദീസ് ആർ ദ ഇഫക്ട്സ് may sound terrifying, they should be compared to the risk that arise from continuing to live with the untreated kidney failure. കാര്യം നമ്മള് ഈ സൈഡ് ഇഫക്റ്റുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ, എത്രയൊക്കെ സൈഡ് ഇഫക്റ്റ് ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ എങ്കിൽ കൂടിയും ഡയാലിസിസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഡയാലിസിസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മരണത്തിന് വരെ കാരണം, ജീവൻ നഷ്ടപ്പെടാൻ കാരണം. അപ്പൊ അതിനേക്കാളും വേറെ എന്താണ്? ഡയാലിസിസ് ചെയ്ത് കാര്യം ചെറിയ തരത്തിലുള്ള സൈഡ് ഇഫക്റ്റുകൾ നമുക്ക് സഫർ ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിലും നമുക്ക് നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ ആണോ? മനസ്സിലായോ? ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല. ഒരു 3 മണി 3:15 ആവുമ്പോ എല്ലാവർക്കും ഒരു ബോറടിക്കാൻ തുടങ്ങും അല്ലെ. എപ്പോഴാണ് എല്ലാവരും നെക്സ്റ്റ് ആയിട്ട് പോകുന്നത്? ഓക്കെ, ഒരു 5 മിനിറ്റ് നേരത്തെ നിർത്താം കേട്ടോ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം ഡയാലിസിസ് സെന്റർ കേട്ടോ. ഡയാലിസിസ് സെന്റർ. ഓക്കെ, എന്താണ് ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാല്? അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് that treats the patients with the renal failure. അത്രയേ ഉള്ളൂ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. That is a clinical establishment
that treats the patients with the renal failure. ഏതാണ് എസ്റ്റാബ്ലിഷ്മെന്റ്? ഡയാലിസിസ് സെന്റർ ആണ്. അതായത് റീനൽ ഫെയിലിയർ ആയിട്ടുള്ള വൃക്കരോഗികളായിട്ടുള്ള ആളുകൾക്ക് ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. Sometimes the patients with the normal renal functions also need hemodialysis, like the patients with the some poisoning. അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ എന്താ പറയാ വൃക്ക തകരാറ് സംഭവിച്ച ആളുകൾക്ക് മാത്രമാണ് ഡയാലിസിസ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അല്ലാത്ത സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ പേഷ്യൻസ് വിത്ത് സം പോയിസണിങ്, എന്തെങ്കിലും പോയിസണൊക്കെ അടിച്ച് അല്ലെങ്കിൽ പോയിസണൊക്കെ ആയിക്കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ബ്ലഡ് പ്യൂരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അവർക്ക് കിഡ്നി ഫെയിലിയർ ആയതുകൊണ്ടല്ല, പക്ഷെ അവരുടെ ശരീരത്തിൽ ആ പോയിസന്റെ അംശങ്ങള് ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരാറുണ്ട്? ഡയാലിസിസ് അവിടെ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഓക്കെ, ഇനി നോക്കാം. ഡയാലിസിസ് സെന്റർ may act either on both the inpatients and outpatients, relying on the medical facility type. ഓക്കെ, അതായത് ഡയാലിസിസ് സെന്റർ എന്ന് പറയുമ്പോൾ അവര് ഇൻപേഷ്യന്റ് സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്, ഔട്ട് പേഷ്യന്റ് സേവനങ്ങളും അവര് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അഡ്മിറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് സേവനങ്ങൾ കൊടുക്കും. ഇനി അതല്ല, രാവിലെ വന്ന് ഡയാലിസിസ് ചെയ്ത് വൈകുന്നേരം പോകുന്ന ആളുകളുണ്ട്. ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തില് ഡയാലിസിസ് വന്ന് ചെയ്യുന്ന സേവനങ്ങളും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഡയാലിസിസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇൻപേഷ്യന്റ് സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്, ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ and may provide self-dialysis training and for peritoneal dialysis besides to hemodialysis. അതിന് പുറമെ സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്, അതായത് പെരിറ്റോണിയൽ പോലെയുള്ള സെൽഫായിട്ട് സ്വന്തമായിട്ട് തന്നെയുള്ള ഡയാലിസിസ് ട്രെയിനിങ്ങും അതുപോലെ ഹീമോ ഡയാലിസിസിനേക്കാളും കൂടുതൽ അവർ പ്രിഫറൻസ് കൊടുക്കുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. എന്നുവെച്ചാൽ അതാണ് അവിടെ ചെയ്യുന്നതെന്നല്ല പറഞ്ഞത്. അർത്ഥം പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് കുറെ കൂടെ ആളുകൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ട പരിശീലനങ്ങളും മറ്റുകൊണ്ട് എവിടെ കൊടുക്കുന്നുണ്ട്? ഡയാലിസിസ് സെന്ററിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് that treats the patient with the renal failure. Renal failure ആയിട്ടുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, എത്രയാണ് എന്ന് പഠിക്കാറുണ്ട് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ് ആണ് കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൗകര്യങ്ങളാണ് അല്ലെ? സൗകര്യങ്ങളാണ് എന്ന് പറഞ്ഞാല് ഒരു ഡയാലിസിസ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഒരു ഡയാലിസിസ് നടത്തുന്ന ഒരു ഏരിയയ്ക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് അവിടെ, അല്ലെങ്കിൽ എന്തെല്ലാം ഫെസിലിറ്റികളാണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അതിനകത്തൊരു 5 പോയിന്റുകൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. The dialysis area should be provided with the air conditioning. അതാണ് dialysis area should be provided with the air conditioning. ഡയാലിസിസ് ഏരിയ എന്നത് എന്തായിരിക്കണം? എയർ കണ്ടീഷനിങ് കൊടുത്തിരിക്കണം അല്ലെ? AC പ്രൊവൈഡ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ AC പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഒന്ന് നമുക്ക് ആലോചിക്കാം, നമ്മുടെ പേഷ്യന്റിന്റെ കംഫർട്ട് അല്ലെ? പേഷ്യന്റിന്റെ കംഫർട്ട്, അതുപോലെ തന്നെ അവരുടെ സേഫ്റ്റിക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ AC പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ AC പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡയാലിസിസ് റൂമിനകത്തുള്ള ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പേഷ്യന്റിന്റെ ശരീരത്തില് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ഭയങ്കര തണുപ്പ് പോലെ തോന്നുക, ഷിവറിങ് പോലെ വരിക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡയാലിസിസ് ഏരിയയുടെ ആ ഒരു ടെമ്പറേച്ചർ ആയിക്കോട്ടെ, അവിടുത്തെ ഹ്യൂമിഡിറ്റി ആയിക്കോട്ടെ, അതൊരു ബാലൻസ് ചെയ്ത് നിലനിർത്താം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ AC ഉപയോഗിക്കുന്നത്. അതിനും കൂടെ വേണ്ടിയിട്ടാണ് AC അവിടെ വെക്കുന്നത്. പിന്നെ വന്നിട്ട് നമുക്കറിയാം AC എന്ന് പറയുമ്പോൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് എയർ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഫിൽട്ടർ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എയർ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ അതിനകത്ത് വല്ല എന്താ പറയുക രോഗാണുക്കളൊക്കെ ഉണ്ട്, അതിങ്ങനെ ഫിൽട്ടർ ചെയ്ത് പോകും. സ്വാഭാവികമായിട്ടും ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് അവിടെ കുറവാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് മെഷീനറികളുടെ നിലനിൽപ്പിന്, അതായത് നമ്മൾ വലിയ വലിയ മെഷീനുകളൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ AC പ്രൊവൈഡ് ചെയ്യും. AC പ്രൊവൈഡ് ചെയ്യുന്ന മെഷീൻസിന്റെ സേഫ്റ്റിക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ AC പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ.
ഓക്കെ, എ സി പ്രൊവൈഡ് വെച്ച വലിയ വലിയ മെഷീൻസുകളൊക്കെ അവർക്കൊക്കെ എ സി വേണം. എ സിയിലാണ് അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതൊരു കേടുപാടുകൾ വരാതിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മുടെ ഡയാലിസിസ് ഏരിയയിൽ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, എ സി പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ സുഖത്തിന് നമ്മുടെ മീൻസ് പേഷ്യൻസിന്റെ കംഫർട്ടിന് വേണ്ടി മാത്രമല്ല, അവിടുത്തെ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാനും മെഷീനറീസിന്റെ ആ ഒരു എന്താ പറയാ സ്റ്റേബിൾനെസ് വേണ്ടിയിട്ടാണ് നമ്മളവിടെ എ സി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് അതാണ്. അപ്പൊ നമുക്ക് വേണ്ട സൗകര്യങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ എ സി ആയിരിക്കും, എ സി ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, ഈച്ച് മെഷീൻ ഷുഡ് ബി ഇൻ ദ സെന്റർ ഓഫ് ആൻ ആഡിക്വേറ്റ് ഏരിയ to permit easy movement of personnel and resuscitation equipment whenever needed. Then പറയുന്നത് each machine should be at the center of an adequate area to permit easy movement of personnel and resuscitation equipment whenever needed. ഇനി നമ്മളൊരു ഡയാലിസിസ് ഏരിയയിനകത്ത് ഓരോ എക്യുപ്മെന്റിലും നമ്മൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ആഡിക്വേറ്റ് ഏരിയ എന്ന് വെച്ചാൽ ഓരോ മെഷീനും അതിന് പര്യാപ്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഏകദേശം ഒരു സെന്റർ ഭാഗത്തായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ പറയുന്ന മെഷീനുകൾ പ്ലേസ് ചെയ്യാനായിട്ട്. എന്തിനാണ് പ്ലേസ് ചെയ്യുന്നത് പറയാൻ കാരണമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പെർമിറ്റ് ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സണൽ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകൾ അല്ലെ, അതായത് സ്റ്റാഫുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാനായിട്ട് ഒരു ഈസിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ, അവർക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും. അതുപോലെ തന്നെ റീസസിറ്റേഷൻ എക്യുപ്മെന്റ് വെന്നവർ നീഡ്. ഇപ്പോ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇപ്പൊ രോഗിയുടെ കണ്ടീഷൻ വളരെ മോശമാവുകയാണ്, അവർക്ക് റീസസിറ്റേഷൻ ഒക്കെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പാകത്തിന് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് എക്യുപ്മെന്റുകൾ. അതെ, റീസസിറ്റേഷൻ വെച്ച് CPR കൊടുക്കൽ മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന പോലെ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ പേഷ്യൻസിന് അനുഭവപ്പെടുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, റീസസിറ്റേഷൻ ആവശ്യമില്ലല്ലോ. അപ്പൊ റീസസിറ്റേഷൻ എക്യുപ്മെന്റ്സുകളൊക്കെ പെട്ടെന്ന് നമുക്ക് ആക്സസിബിൾ ആണ്. ഒരു മോശം അവസ്ഥ വരുമ്പോൾ നമുക്ക് ഈ മെഷീൻ തപ്പി അല്ലെങ്കിൽ മെഷീൻ കണക്ട് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാവില്ല. എപ്പോഴും ഈസി ആയിട്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പാകത്തില് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, മെഷീനുകൾ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ? ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ദ ലേഔട്ട് മസ്റ്റ് ഹാവ് എ ഫെസിലിറ്റീസ് ഫോർ സേഫ് ഗാർഡിംഗ് എ പേഷ്യൻസ് പ്രൈവസി. അതായത് രോഗിയുടെ പ്രൈവസി, രോഗിയുടെ സ്വകാര്യത അത് ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഫെസിലിറ്റികൾ എവിടെ ഉണ്ടായിരിക്കണം, ഡയാലിസിസ് ഏരിയക്കകത്ത് ഉണ്ടായിരിക്കണം. നമുക്കെല്ലാം അതൊരു പേഷ്യന്റിന്റെ റൈറ്റ് കൂടെയാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ പഠിക്കും. അതായത് ഒരു രോഗിയുടെ ഏറ്റവും വലിയൊരു അവകാശമാണ് അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി അല്ലെ, അവരുടെ ആ ഒരു സ്വകാര്യത. സോ എപ്പോഴും പേഷ്യൻസിന്റെ പ്രൈവസി അതിനെ എപ്പോഴും എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അങ്ങനെയുള്ള ഫെസിലിറ്റികളെ ഡയാലിസിസ് ഏരിയക്കകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ നാലാമത്തെ പോയിന്റ് എന്താണ്, ഐസൊലേഷൻ റൂം. അത് നമുക്കറിയാലോ, ഐസൊലേഷൻ റൂമിന്റെ പ്രത്യേകത എന്താണ്, there should be distinct areas for dialyzing patients with the conditions that need isolation, that means rapidly disabled എന്ന് പറഞ്ഞിട്ടുണ്ട്, to guarantee the safety to patients and the staff in the dialysis room. ഐസൊലേഷൻ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെപ്പറേറ്റ് റൂമാണ് അല്ലെ. അതായത് ഇപ്പൊ നമുക്ക് ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള ചില പേഷ്യൻസ് ഉണ്ടാക്കി, അത് ഡിസേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആവശ്യമായിട്ടുള്ള രോഗികൾക്ക്, ചില രോഗികളെ നമുക്ക് ഒരു കാരണവശാലും മറ്റുള്ള ആളുകളുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇടപഴകാനായിട്ട് സാധിക്കാത്ത അത്രയും സിവിയർ സിറ്റുവേഷനിലൊക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും, അവർക്ക് ഐസൊലേഷൻ ആവശ്യമാണ് അല്ലെ. എന്നുവെച്ചാൽ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തില് അത് തന്നെ ഉണ്ടാവുക, അത് തന്നെ കിട്ടും. അതായത് ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു സെപ്പറേറ്റ് റൂം അവിടെ ഉണ്ടായിരിക്കണം കേട്ടോ. അത് മാത്രമല്ല, അങ്ങനെയുള്ള ഏരിയ എന്തൊക്കെയായിരിക്കണം, ദിസ് ഏരിയ ഷുഡ് ഹാവ് എ ഫ്രീ വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രെയിനേജ് ഫെസിലിറ്റി. അങ്ങനെയുള്ള ഏരിയയിൽ അത്യാവശ്യം ഫ്രീ വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ് ഫെസിലിറ്റികളൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. ഐസൊലേഷൻ റൂം ആണെന്ന് കരുതി സൗകര്യങ്ങൾ കുറയ്ക്കരുത്, അവർക്ക് വാട്ടർ സപ്ലൈക്കും ഡ്രെയിനേജ് ഫെസിലിറ്റികളൊക്കെ അത്തരം റൂമുകളിൽ ഒരുക്കണം കേട്ടോ. പിന്നെ അവസാനത്തെ പോയിന്റ് എന്താണ്, ഡയാലിസിസ് സെന്റർ ഷോൾ എക്സിബിറ്റ് ആക്ട് സൈനേജ് വിച്ച് ഷോൾ ബി ഇൻ അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജസ് കേട്ടോ. അതായത് കുറഞ്ഞത് 2 ഭാഷകളിലെങ്കിലും ഡയാലിസിസ് സെന്ററുകളിൽ നമ്മൾ എന്താണ് നിർദ്ദേശങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. കണ്ടിട്ടില്ലേ, മലയാളം ഇംഗ്ലീഷിലൊക്കെ ഉണ്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന ബോർഡുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കും. കുറഞ്ഞത് 2 ഭാഷകളിലെങ്കിലും കേട്ടോ. അതാണ് അവിടെ പറഞ്ഞത്, സൈനേജ് വിച്ച് ഷോൾ ബി ഇൻ അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജസിലെങ്കിലും ഡയാലിസിസ് സെന്ററിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്തിരിക്കണം കേട്ടോ. സൈനേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൈനേജ് എന്ന് പറഞ്ഞാൽ എന്താണ്,
അടയാളങ്ങൾ എന്നൊക്കെ പറയില്ല, നിർദ്ദേശങ്ങൾ കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിൽ പോകുമ്പോ ഹോസ്പിറ്റലിൽ നമ്മൾ എക്സ്റേ റൂമിൽ കയറുമ്പോ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മലയാളത്തിൽ ഇംഗ്ലീഷിലോ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ല? അതൊക്കെ എന്താണ്? സൈനേജ് ബോർഡുകളാണ് അല്ലെ? എന്നാലും സൈനേജ് ബോർഡുകൾ എന്താണ്? അടയാളങ്ങളൊക്കെ ഉള്ള ബോർഡുകൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സൈനേജ് നിർദ്ദേശങ്ങൾ കൊടുക്കില്ലേ? ഇപ്പൊ നമ്മൾ ഒരു സ്കാനിങ്ങിന് കയറുമ്പോ അതിന്റെ പുറത്തേക്ക് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതൊരു സൈനേജ് ബോർഡ് കാണും, ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ടാവും. എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് അല്ലേ? അപ്പൊ അത്തരം സൈനേജ് ബോർഡുകൾ കുറഞ്ഞത് 2 ഭാഷകളിലും എവിടെ പ്രദർശിപ്പിച്ചിരിക്കണം? ഡയാലിസിസ് സെന്ററിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെയാണോ? മനസ്സിലായോ? പിന്നെ ഇത്ര മതി കേട്ടോ. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അടുത്ത നമുക്ക് കുറച്ച് ഭാഗങ്ങളും കൂടെ പഠിക്കാനുണ്ടോ? ഒക്കെ വന്നിട്ട് എന്തായിരുന്നു? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങള്, പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ ഡയാലിസിസ് കോർഡിനേറ്ററുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ. ഇത്രയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ നമ്മുടെ അവസാനിക്കും. പിന്നെ പുതിയൊരു ചാപ്റ്റർ തുടങ്ങും. ഓക്കെ, അപ്പോ ഞാൻ അൺമ്യൂട്ട് ചെയ്യാനല്ല, അതിന് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ച് ടഫാണ് ചാപ്റ്റർ. ടഫായിട്ട് തോന്നിയ ചാപ്റ്ററിലൊക്കെ എളുപ്പമാണ്. ഇതും 3-4 മൊഡ്യൂളുകൾ കിടക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുക കേട്ടോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളുകളിൽ വരുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര ബുദ്ധിമുട്ടെന്ന് പറയാനില്ല കേട്ടോ. ഓക്കെ, ക്ലാസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? ഓക്കെ ആണോ? ഓക്കെ, പിന്നെ നിങ്ങൾ വായിക്കുകയും കൂടെ വേണം കേട്ടോ. നമ്മുടെ ക്ലാസ് കേട്ടുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പൊ നിങ്ങൾ ഡെയിലി അത് വായിച്ച് മനസ്സിലാക്കി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് എന്താ പറയാ എളുപ്പമുണ്ടാവുള്ളൂ കേട്ടോ. ഒരു പ്രാവശ്യം ഡെയിലി വായിക്കാനായിട്ട് എല്ലാ ടീച്ചേഴ്സും എടുക്കുന്ന ഭാഗം ഒന്ന് വായിക്കണം. കൂടി വന്ന് എത്രയൊക്കെ എടുക്കുന്നുണ്ട്? 2-3 പേജ്, 3 പേജൊക്കെ അല്ലേ മാക്സിമം ഒരു ദിവസം ഓരോ ടീച്ചേഴ്സ് എടുക്കുന്നുള്ളൂ. അപ്പൊ അത് വായിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തും. അവസാനം എക്സാമിന്റെ ടൈമിലേക്കായിട്ട് മാറ്റി വെക്കരുതേ, ബുദ്ധിമുട്ടാണ്. അപ്പൊ ശരി, വേറെ സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ക്ലാസ് വൈകിട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു. Thank you, Miss. Thank you, Miss.